പുതുവർഷത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. ആഘോഷങ്ങൾ അതിരുവിടരുതെന്ന മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശൂരിലെത്തും. സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോയ്ക്ക് ശേഷം ബിജെപിയുടെ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ കർശന സുരക്ഷാ വിന്യാസം. ബിജെപിയിൽ മതന്യൂനപക്ഷങ്ങൾ ചേരുന്നത് അസഹിഷ്ണുതയോടെയാണ് സിപിഎമ്മും കോൺഗ്രസും കാണുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയുസ്സുണ്ടാകില്ലെന്ന് സുരേന്ദ്രൻ. കുതിരാനിൽ ഇന്നോവ കാർ ട്രെയിലർ ലോറിയിൽ ഇടിച്ച് അപകടം. ഒരാൾ മരിച്ചു. ഗർഭിണി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. തൃശൂർ വഞ്ചിക്കുളം ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ. പലവട്ടം ഉദ്ഘാടനം ചെയ്ത വഞ്ചിക്കുളം പൈതൃക പദ്ധതിക്ക് ശാപമോക്ഷമാകുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകളിലേക്ക്. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പ്രത്യേക മേഖലകളാക്കി തിരിച്ച് നിരീക്ഷണം ഏർപ്പെടുത്തും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതടക്കം പിടികൂടാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പുതുവത്സര പാർട്ടികളിൽ ലഹരിമരുന്ന് വിൽപ്പനയും ഉപയോഗവും കണ്ടെത്താൻ പരിശോധന കർശനമാക്കും. തൃശൂർ നഗരത്തിലും പരിസരങ്ങളിലുമായി 500-ലേറെ CCTV ക്യാമറകൾ ഒരേ സമയം നിരീക്ഷിക്കാൻ കൺട്രോൾ റൂമിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കും. ബാറുകളടക്കം മദ്യവിൽപ്പനശാലകളിൽ നിശ്ചിത സമയപരിധിക്ക് ശേഷം മദ്യവിൽപ്പന പാടില്ലെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാത്രി പുതുവർഷപ്പിറവിയുടെ ഭാഗമായി തിരുക്കർമ്മങ്ങൾ നടക്കും. ബിജെപി സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങുന്നു. ബുധനാഴ്ച വൈകിട്ട് സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയും തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ മഹിളാ സമ്മേളനവുമാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾ. കുട്ടനെല്ലൂരിൽ നിന്ന് കാർ മാർഗമെത്തുന്ന പ്രധാനമന്ത്രി ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് നാക്കിനാൽ വരെയാണ് സ്വരാജ് റൗണ്ടിലൂടെ റോഡ് ഷോ നടത്തുക. തുടർന്ന് നാക്കിനാലിന് സമീപം ഒരുങ്ങുന്ന കൂറ്റൻ വേദിയിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയായ ശേഷം 3ാം തവണയാണ് നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നത്. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ബിജെപി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ മെഗാ തിരുവാതിര അരങ്ങേറും. 2000 വനിതകൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച നടുവിലാൽ ജംഗ്ഷനിൽ വൈകിട്ട് 5-ന് കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന മേളവും ഉണ്ടാകും. ബിജെപിയിൽ മതന്യൂനപക്ഷങ്ങൾ ചേരുന്നത് അസഹിഷ്ണുതയോടെയാണ് സിപിഎമ്മും കോൺഗ്രസും പെരുമാറുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. സ്നേഹസംഗമത്തിൽ ആശംസ നേർന്ന വൈദികനെ മോശമായ രീതിയിലാണ് കോൺഗ്രസും സിപിഎമ്മും അവഹേളിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ മതധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസും സിപിഎമ്മും. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയുസ്സുണ്ടാവില്ലെന്ന് ഇവർ തിരിച്ചറിയണം. ബിജെപി ഏറ്റവും പ്രഗത്ഭരായവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റാവും സംസ്ഥാനത്ത് പുറത്തിറക്കുക എന്നും സുരേന്ദ്രൻ പറഞ്ഞു. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. കുതിരാൻ പാലത്തിന് മുകളിൽ ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഒരാൾ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. ബംഗളൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കോട്ടയം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഇന്നോവ പൂർണ്ണമായും തകർന്നു. 2 സ്ത്രീകളും 4 പുരുഷന്മാരുമടക്കം 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു സ്ത്രീ ഗർഭിണിയാണ്. അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇന്നോവ കാർ പൂർണ്ണമായും തകർന്നു. കുതിരാനിലെ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തൃശൂർ പാലക്കാട് ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ ഇരുവശത്തേക്കും കടത്തിവിടുന്നത്. ഇന്നോവ വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ വഞ്ചിക്കുളം ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുന്നു. തൃശൂർ കോർപ്പറേഷന്റെ പുതുവത്സര സമ്മാനമായി പുത്തോൾ വഞ്ചിക്കുളം പാർക്കും അനുബന്ധ സംവിധാനങ്ങളും ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മേയർ എം കെ വർഗീസ്. വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ കോർപ്പറേഷൻ ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച വഞ്ചിക്കുളം പൈതൃക പദ്ധതിയുടെ ഭാഗമായി പാർക്ക് തയ്യാറായി കഴിഞ്ഞുവെങ്കിലും കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങളുടെ കുറവ് ഒരു പോരായ്മയായി തുടരുകയാണ്. പാർക്കിനോടനുബന്ധിച്ച് കുടുംബശ്രീ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വഞ്ചിക്കുളം ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെസ്റ്റിനോടനുബന്ധിച്ച് ബോട്ടിംഗ് തുടങ്ങാനാണ് പദ്ധതി. ഫെസ്റ്റ് കഴിഞ്ഞാലും ബോട്ടിംഗ് തുടർന്നു കൊണ്ടുപോകാനാകുമോ എന്ന കാര്യങ്ങളും പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞു. കുളത്തിലെയും കനാലിലെയും ചണ്ടിയും കുളവാഴയും നീക്കി
കനാലിലൂടെ പുറത്തേക്ക് ബോട്ട് സവാരി തുടങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ സാധ്യതകളും പരിശോധിക്കും. ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ച് ജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കൽ, റോഡ് വീതി കൂട്ടൽ, ടോയ് ട്രെയിലർ ഓടിക്കൽ തുടങ്ങി ഓരോ പ്രവൃത്തികളും ഘട്ടം ഘട്ടമായി ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും 2024 മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വഞ്ചിക്കുളത്തെ മാറ്റുമെന്നും മേയർ MK വർഗീസും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും പറഞ്ഞു. വഞ്ചിക്കുളം ഫെസ്റ്റിൻ്റെ ഭാഗമായി നമ്മളൊരു ബോട്ടിംഗ് സംവിധാനം അതിനുവേണ്ടി, കാരണം ഒരു ബോട്ടിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ കുറേ നൂലാമാലകൾ, പുതുവർഷ സമ്മാനമായി തന്നെയാണ് നമ്മൾ ആ ബോട്ടിംഗ് തുടങ്ങി വയ്ക്കുന്നത്. പക്ഷേ അത് നിരന്തരം ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് തുടങ്ങുന്നത്. ആ ഫെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബാക്കി മാർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. 3 ദിവസത്തെ ഫെസ്റ്റാണ്, 3 ദിവസത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയി ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനൊരു സംരംഭത്തിനോടുള്ള താല്പര്യം എന്താണെന്ന് അറിയുകയും അവിടേക്ക് ആൾക്കാർ വരുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും പാർക്കും അനുബന്ധ സംരംഭങ്ങളൊക്കെ ആകുമ്പോൾ പതുക്കെ ഇനി ആ ബോട്ടിംഗ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാവുന്ന ഒരു സാഹചര്യം വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ദിവസത്തെ പരിപാടി വെച്ചേക്കുന്നത്. ഇനി ഫസ്റ്റ് തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബോട്ടിംഗ് സംവിധാനങ്ങൾ ആരംഭിക്കും. അത് ഈ ന്യൂ ഇയറിൻ്റെ സമ്മാനം തന്നെ. പണി പൂർത്തീകരിച്ച പാർക്കിൽ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. പാർക്കിൽ കുട്ടികളും സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോൾ തന്നെ എത്തുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയുപകരണങ്ങളുടെ കുറവാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. പാർക്ക് രാവിലെ 8:30 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി CCTV നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. TCV തൃശൂർ. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 15 ലക്ഷത്തോളം രൂപ കവർന്നു. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെ യൂണിയൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഞായറാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ മാർക്കറ്റിൽ ആരുമുണ്ടായിരുന്നില്ല. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ തുണി ഉപയോഗിച്ച് മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുന്നിലെ CCTV ക്യാമറ തല്ലി തകർത്തു. സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. കുന്നംകുളം പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പുതുവത്സരാഘോഷത്തോടെ തൃശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് സമാപനം. ശക്തൻ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് പുതുവത്സരാഘോഷ പരിപാടികൾ അരങ്ങേറിയത്. ആഘോഷരാവിന് മാറ്റുകൂട്ടി നടന്ന ഫാഷൻ ഷോയും ചെമ്മീൻ ബാൻഡിന്റെ സംഗീത വിരുന്നും ആസ്വാദകർക്ക് നവ്യാനുഭവമായി. രാത്രി വൈകിയും നടന്ന ആഘോഷ പരിപാടികളിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തിയത്. ആഘോഷം അതിരുവിടാതിരിക്കാൻ പോലീസിന്റെ പ്രത്യേക സുരക്ഷയുമുണ്ടായിരുന്നു. തൃശൂർ കോർപ്പറേഷനും ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായിട്ടാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ, മേയർ MK വർഗീസ്, P. ബാലചന്ദ്രൻ MLA, കളക്ടർ VR കൃഷ്ണതേജ, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അടക്കമുള്ളവർ പങ്കെടുത്തു. ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബാൻഡ് സംഗീത മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആളില്ലാത്ത വീട്ടിൽ നിന്നും 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊടുങ്ങ വില്ലൻ വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രിയിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പുറകിലെ വാതിൽ പൊളിച്ചകത്ത് കടന്ന മോഷ്ടാവ് വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവനോളം സ്വർണ്ണമാണ് മോഷ്ടിച്ചത്. വീട്ടുകാർ 2 ദിവസമായി ഇല്ലായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂ ഇയർ ഡ്രൈവിന്റെ ഭാഗമായി പുതുക്കാട് പോലീസും ഡോഗ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അളഗപ്പ നഗറിൽ നിന്ന് 21 ലിറ്റർ മദ്യം പിടികൂടി. അളഗപ്പ നഗർ കനാലിന് സമീപത്തെ വീട്ടുപറമ്പിൽ സഞ്ചികളിലാക്കി ഒളിപ്പിച്ചു വെച്ച 1/2 ലിറ്ററിന്റെ 42 കുപ്പി മദ്യമാണ് ഡോഗ് സ്ക്വാഡ് കണ്ടെത്തിയത്. പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. ന്യൂ ഇയർ പ്രമാണിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് പോലീസ് പിടികൂടിയത്. അമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്ത് പോലീസിനെ കണ്ട് ഓടിയ യുവാവിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്ന് കഞ്ചാവ് ബീഡി കണ്ടെടുത്തു. പുതുവത്സര ദിനത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് കണ്ടെത്താനായാണ് ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. പുതുക്കാട് SHO UH സുനിൽദാസ്, SI KS സൂരജ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളായ KK കൃഷ്ണകുമാർ, ബിപിൻ ദാസ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മദ്യവും മയക്കുമരുന്നും എവിടെ ഒളിപ്പിച്ചു വെച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ മണത്ത് കണ്ടെത്താനുള്ള പ്രാവീണ്യം നേടിയ മിലോ ഡോഗ് കേരള പോലീസിലെ താരമാകുന്നു. 4 മാസം മുൻപാണ് മിലോ എന്ന കുഞ്ഞൻ നായ പോലീസിന്റെ ഭാഗമാകുന്നത്. ജാക്ക് റസൽ ഇനത്തിൽപ്പെട്ട മിലോ UK-യിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. ഇപ്പോൾ ഇരിങ്ങാലക്കുട ഡോഗ് സ്ക്വാഡിലെ അംഗമാണ്. ഈ ഇനത്തിൽപ്പെട്ട ഡോഗ് കേരള പോലീസിൽ മാത്രമാണുള്ളത്. ഏത് ഇടുങ്ങിയ സ്ഥലങ്ങളിലും കയറിക്കൂടി ലഹരി വസ്തുക്കൾ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ബുദ്ധിയും കഴിവും ഉള്ള മിലോ തൃശൂരിലെത്തിയ ശേഷം ആദ്യത്തെ ഡ്രൈവാണ് ആമ്പല്ലൂരിൽ നടത്തിയത്.
അളഗപ്പ നഗർ കനാൽ പുറമ്പോക്കിലെ വീട്ടുപറമ്പിൽ ഒളിപ്പിച്ചുവെച്ച മദ്യമാണ് മിലോ നിമിഷനേരം കൊണ്ട് കണ്ടെത്തിയത്. കഞ്ചാവ്, മറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എവിടെ സൂക്ഷിച്ചാലും അവയെല്ലാം മണത്ത് കണ്ടെത്താനുള്ള പരിശീലനം നേടിയ മിലോ ലഹരി സംഘങ്ങൾക്ക് തലവേദനയും പോലീസിന് സഹായവുമായി മാറുകയാണ്. ഇരിങ്ങാലക്കുട ഡോഗ് സ്ക്വാഡിലെ കെ കൃഷ്ണകുമാർ, ബിബിൻ ദാസ് എന്നിവരാണ് മിലോയെ പരിശീലിപ്പിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. കനത്ത ചൂടും തീപിടുത്തവും അപകടങ്ങളും ജില്ലയിലെ അഗ്നിരക്ഷാസേനയെ വലയ്ക്കുന്നു. ഒരേ സമയം തൃശൂരിൽ വ്യത്യസ്ത ഇടങ്ങളിലുണ്ടായ സംഭവങ്ങളാണ് ഫയർഫോഴ്സിനെ നട്ടം തിരിച്ചത്. മുളകുന്നത്തുകാവിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ബ്ലോക്കിന് പിൻവശത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഒരേക്കർ സ്ഥലത്തെ പുല്ല് കത്തി നശിച്ചു. തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചെമ്പൂക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണതും ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അപകടത്തിൽ കാർ യാത്രികൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവിടെയും രക്ഷയ്ക്കെത്തിയത് തൃശൂർ നിലയത്തിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ്. മരം മുറിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതിനു പുറമെ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീപിടിച്ചതും ഭീതി പരത്തി. ഇലക്ട്രിക് മെയിൻ സ്വിച്ചും മറ്റും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടേക്കും രക്ഷാപ്രവർത്തനത്തിന് വെളിയെത്തിയത് തൃശൂർ നിലയത്തിലാണെങ്കിലും മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ പുതുക്കാട് നിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. അപ്പോഴേക്കും കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ ഇടപെട്ട് കേടുപാടുകൾ സംഭവിച്ച ലൈനുകൾ മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നു. ദേശീയപാത 66 എടക്കഴിയൂർ ഹൈസ്കൂളിന് സമീപം നിയന്ത്രണമിട്ട ടാങ്കർ ലോറി കാറുകളിൽ ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കുന്നംകുളം തെക്കേതിൽ അശ്വതിക്കാണ് പരിക്കേറ്റത്. പൊന്നാനി ഭാഗത്തു നിന്ന് വന്നിരുന്ന ടാങ്കർ ലോറി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ വെച്ച് ചാവക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറിനെ ഇടിച്ച് തെറിപ്പിച്ചു. പിന്നീട് മറ്റൊരു കാറിലും ഇടിച്ചു. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. വൈദ്യുതി കാലുകൾ തകർന്നു. സാരമായി പരിക്കേറ്റ അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് സർക്കാർ ഹാച്ചറിയിലെ ജീവനക്കാരനെ ജലാശയത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടവിലങ്ങ് കാര സ്വദേശി അലഞ്ഞിക്കൽ വീട്ടിൽ 40 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. അഴീക്കോട് ഹാച്ചറിയോട് ചേർന്നുള്ള ജലാശയത്തിലാണ് ആന്റണിയെ വീണ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചേലക്കരയിൽ മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. തിരുവില്ലാമല സുബി പാലസിന് മുന്നിലായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കേച്ചേരി മത്തനങ്ങാടിയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മുഴവഞ്ചേരി വട്ടേക്കാടൻ വീട്ടിൽ അജിത്ത്, മത്തനങ്ങാടി മുളയംകൂടത്ത് വീട്ടിൽ അജയൻ, കിരാലൂർ കുട്ടംകുളം വെങ്കളത്ത് വീട്ടിൽ പ്രജിത്ത്, മത്തനങ്ങാടി തയ്യിൽ വീട്ടിൽ നിധിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 13-നായിരുന്നു ആക്രമണം. മത്തനങ്ങാടി അരിയംപുറത്ത് അരുൺ, അമ്മ രേഷ്മ എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. ആക്രമണത്തിന് ശേഷം ഇവർ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. മോഷണക്കേസിൽ റിമാൻഡിലായ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലകം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ആലാക്ഷേത്രത്തിന് സമീപം ആലയിൽ വീട്ടിൽ സരോജത്തിന്റെ വീട്ടിൽ നിന്നും 1,60,000 രൂപയും 4.25 പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മനാഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വാഹന മോഷണ കേസുകൾ ഉൾപ്പെടെ തെളിഞ്ഞിട്ടുണ്ട്. ശാന്തിപുരം പള്ളിനിറയിൽ ഭക്ഷ്യോൽപ്പന്ന വിതരണ സ്ഥാപനത്തിൽ നിന്നും മിനി ലോറി മോഷ്ടിച്ചതും മതിലകം മതിൽമൂലയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് കാർ മോഷ്ടിച്ചതും എമ്മാട് വീടിക്കുത്ത് തുറന്ന് പണം കവർന്നതും മനാഫ് ഉൾപ്പെട്ട സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിൽ വിൽപ്പന നടത്തിയതായി പോലീസ് കണ്ടെത്തി. മനാഫിന് 8ഓളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ, മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, ക്രൈം സ്ക്വാഡ് SI PC സുനിൽ, SI മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. അനധികൃത കരിങ്കൽ ഖനനം എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. കല്ല് ഖനനം ചെയ്തിരുന്ന ഒരു ഹിറ്റാച്ചിയും കല്ല് കൊണ്ടുപോയിരുന്ന ഒരു ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. നെല്ലുവായിലെ കുന്നിൽ നിന്നാണ് നിയമവിരുദ്ധമായി കല്ല് പൊട്ടിച്ചെടുത്തിരുന്നത്. വൻതോതിലുള്ള ഖനനത്തെക്കുറിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI K അനുദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടികൂടിയത്. രാമനെയും രാമക്ഷേത്രത്തെയും തെരഞ്ഞെടുപ്പ് ആയുധമാക്കിക്കൊണ്ട് ഭരണകൂടം തന്നെ മുന്നോട്ട് വരുമ്പോൾ രാജ്യത്തിന്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. KA മാധവൻ സ്മാരക വായനശാലയും സൈമൺ ബ്രിട്ടോ സ്മാരക സമിതിയും സംയുക്തമായി തൃശൂർ തെക്കേ അഞ്ചേരിയിൽ സംഘടിപ്പിച്ച മതനിരപേക്ഷ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈമൺ ബ്രിട്ടോ സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ പ്രൊഫസർ MN കാരശ്ശേരിക്ക് ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ P ഭാനുമതി സമ്മാനിച്ചു. ചെറിയാൻ E ജോർജ് അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ കൗൺസിലർ നീതു ദിലീഷ്, ഹമീദ് അലി,
PN പ്രൊവിന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വന്തം ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ബില്ലിന്റെ ഭീമമായ ചെലവ് ഒഴിവാക്കാനൊരുങ്ങി അരിമ്പൂർ പഞ്ചായത്ത്. സ്ഥിരമായി 1.5 ലക്ഷത്തിലേറെ രൂപ വൈദ്യുതി ചാർജായി അടയ്ക്കേണ്ട ബാധ്യത ഇനി പഴങ്കഥ. ഒരു വർഷം മുൻപ് തുടക്കമിട്ട പദ്ധതി പ്രകാരം 49 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സോളാർ പ്ലാന്റ് ജനുവരി 6-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ മറ്റു പല രംഗങ്ങളിലും മാതൃകയായ അരിമ്പൂർ പഞ്ചായത്തിന് വീണ്ടും ഒരു നേട്ടം കൂടി സ്വായത്തമാവുകയാണ്. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആവശ്യാനുസരണം ഉപയോഗിച്ചും മിച്ചം വരുന്നത് വിപണനം ചെയ്തും പഞ്ചായത്ത് ഓഫീസിലെയും പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള മറ്റ് കെട്ടിടങ്ങളിലെയും വൈദ്യുതി ചാർജ് ലാഭിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് ഓഫീസിനും കുടുംബശ്രീ ക്യാൻറ്റീനിനും മുകളിലായി 55 കിലോവാട്ട് ശേഷിയിലാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. 2700 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 102 പാനലുകൾ ഇതിനായി സ്ഥാപിച്ചു. 2022-23 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള തുക ഉപയോഗിച്ച് അനർട്ടിൻ്റെ ചുമതലയിലാണ് നിർമ്മാണം പൂർത്തിയായത്. പഞ്ചായത്ത് കെട്ടിടം, കുടുംബശ്രീ ക്യാൻറ്റീൻ, ആയുർവേദ ആശുപത്രി, ഷോപ്പിംഗ് കോംപ്ലക്സ്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ സോളാർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി എത്തും. വൈദ്യുതി ചാർജായി പഞ്ചായത്ത് KSEBക്ക് നൽകി വരുന്ന തുക ലാഭിക്കുന്നതോടൊപ്പം ആവശ്യം കഴിച്ചുള്ള അധിക വൈദ്യുതി KSEBക്ക് വിൽക്കുന്നത് വഴി പഞ്ചായത്തിന് ചെറിയ വരുമാനവും ഇതിലൂടെ ലഭ്യമാകും. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തിൽ 49 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസും അതുപോലെ അനുബന്ധ കെട്ടിടങ്ങൾക്കും സൗരോർജ്ജ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഇനി മുതൽ പ്രവർത്തിക്കും. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഈ വരുന്ന ജനുവരി 6-ാം തീയതി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി അവറുകൾ നാടിന് സമർപ്പിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. എങ്ങണ്ടിയൂരിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. 1000 കണ്ണി സബ് പമ്പ് ഹൗസിൽ നിന്ന് ആഴ്ചയിൽ 3 തവണയെങ്കിലും വെള്ളം വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ലത്തീഫ് കെട്ടുമ്മൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ കാര്യാട്ട് അധ്യക്ഷനായി. DCC അംഗം ഇർഷാദ് K. ചേറ്റുവ, ബ്ലോക്ക് സെക്രട്ടറി CA ഗോപാലകൃഷ്ണൻ, MG ഘോഷ്, CV തുളസീദാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. ആഘോഷങ്ങൾ അതിരുവിടരുതെന്ന് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശൂരിലെത്തും. സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോയ്ക്ക് ശേഷം BJPയുടെ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ കർശന സുരക്ഷാ വിന്യാസം. BJPയിൽ മതന്യൂനപക്ഷങ്ങൾ ചേരുന്നത് അസഹിഷ്ണുതയോടെയാണ് CPM-ഉം കോൺഗ്രസും കാണുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയുസ്സുണ്ടാകില്ലെന്നും സുരേന്ദ്രൻ. കുതിരാനിൽ ഇന്നോവ കാർ ട്രെയിലർ ലോറിയിൽ ഇടിച്ച അപകടം. ഒരാൾ മരിച്ചു, ഗർഭിണി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. തൃശൂർ വഞ്ചിക്കുളം ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ. പലവട്ടം ഉദ്ഘാടനം ചെയ്ത വഞ്ചിക്കുളം പൈതൃക പദ്ധതിക്ക് ശാപമോക്ഷമാകുമെന്ന് പ്രതീക്ഷ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.